ഹലോ ഗെയിമേഴ്സ്, അപ്പോൾ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 6 എല്ലാവർക്കും സ്വാഗതം. 6 ആയിരുന്നോ 5 ആയിരുന്നോ ആർക്കറിയാം. നിങ്ങളെന്റെ അങ്കർബാറിലോട്ടൊന്ന് നോക്കി. കഴിക്കാനൊന്നുമില്ല, നമ്മൾ ദാരിദ്ര്യത്തിലാണ്. അപ്പൊ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്രെഡാണ് തിന്നാൻ. അപ്പൊ ബ്രെഡ് കിട്ടുന്ന എവിടെയാണ്? വില്ലേജിലാണ്. നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ് ഇന്ന്. പിന്നെ ഒരു പോർട്ടൽ ഉണ്ടാക്കണം വില്ലേജിലോട്ട് പോകാനായിട്ട്. അപ്പൊ നമുക്ക് പോർട്ടൽ ഉണ്ടാക്കാനായിട്ട് ഒബ്സീഡിയം കണ്ടുപിടിക്കാനായിട്ട് മൈനിങ് ഏരിയയിലോട്ട് പോവാം. ഞാൻ മൈനിങ് ഏരിയ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടുന്ന് അങ്ങോട്ടാണ് മൈനിങ് ഏരിയ, പോയി കാണിക്കാം നിങ്ങളെ. പോകുന്ന വഴിക്ക് ഒബ്സീഡിയനും നമുക്ക് എടുക്കാം. ആ കേവിനകത്താണ് നമ്മുടെ മൈനിങ് ഏരിയ ഇരിക്കുന്നത്. ഞാൻ പോയി കാണിച്ചു തരാം. നല്ല ഇരുട്ടുണ്ടല്ലോ ഇതിനകത്ത്. കേവ് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. പൊന്നോ, ഒരുത്തൻ അവിടെ ഇപ്പുണ്ട്. വെട്ടമില്ല ഉള്ളതുകൊണ്ട് അവൻ അടിക്കുവോ? ഓക്കെ, അവനെ ഞാൻ തള്ളിക്കൊന്നിട്ടുണ്ട്. ഇവിടെ എങ്ങാണ്ടോ ആണ് ഈ വെള്ളത്തിൽ കൂടെ നീന്തി പോയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് തന്നെ അമ്മച്ചി. അയ്യോ, ഇപ്പൊ വീണാനെ ഇല്ല. ഞാനവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വീണാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് ലാവ ഇരിക്കുന്നത്? അവിടെ അല്ല, അങ്ങോട്ട് ഓടിക്കോളാ. ഞാൻ ലാവ കണ്ടപ്പോഴേ എടുത്ത് വെള്ളം കോരി ഒഴിച്ചായിരുന്നു. അയ്യോ, ഞാൻ അയൺ പിക്കാസ് എടുത്തുകൊണ്ട് വന്നത്. നൈസ്. ഞാൻ പോയി ഡയമണ്ട് പിക്കാസ് എടുത്തുകൊണ്ട് വരാം. ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ കറക്റ്റ് ആയിപ്പോയി ഗൈസ്. ഇതാണ് അവിടെ പോർട്ടല്. ഞാൻ വില്ലേജിലോട്ട് പോകാൻ പോർട്ടലൊക്കെ ഉണ്ടാക്കി. 1.5 മണിക്കൂർ വളവളാന്ന് ചുമ്മായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നും റെക്കോർഡാകില്ല എന്റെ പൊന്നോ. എന്നിട്ട് ഞാൻ ഒരു 1-2 പ്രാവശ്യം ചത്തായിരുന്നു. അപ്പൊ നമുക്ക് വില്ലേജിലോട്ട് പോയിട്ട് കുറച്ച് ഫുഡ് എടുത്തോണ്ട് വരാം. അപ്പൊ നമ്മുടെ പട്ടിന് തീരുവല്ലോ. ഇവിടുന്ന് പോർട്ടലിലോട്ട് കയറുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇവിടെ എത്തും. ഇതെന്തിനാ ഞാൻ ഉണ്ടാക്കി വെച്ചത്? ഇത് ആദ്യം പോർട്ടൽ ഇവിടെ ആയിരുന്നിരുന്നത്. ഞാൻ പൊട്ടിച്ച് താഴോട്ട് കൊണ്ടുവച്ച് നമുക്ക് നേരെ തന്നെ വില്ലേജിലോട്ട് പോകണം. അതുകൊണ്ടാണ് ഈ 3 ഹങ്കർ ബാറും കൊണ്ട് ഞാൻ അങ്ങോട്ട് അവിടെ എങ്ങനെ എത്താനാ? പറ്റുന്നത്ര സ്പീഡിൽ പോകാം. അതുകൊണ്ട് അതിന്റെ ഡയമണ്ട് വിക്കാസിന്റെ പകുതി മുക്കാൽ ലൈഫും പോയി. ഇവിടുന്ന് കുഴിച്ച് അവിടം വരെ പോകാനായിട്ട്. ഇവിടെ ഒരു ലാവയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ലാവയെ ചാടി ഞാൻ ചത്തായിരുന്നു. പക്ഷെ എന്റെ സാധനങ്ങളൊക്കെ എനിക്ക് തിരിച്ചു കിട്ടും. ഇവിടെ ഇതൊക്കെ വരുമ്പോഴാണ് വില്ലേജിൽ എത്തുന്നത്. ഞാൻ കടലിന് നടുക്കാകൊണ്ട് ബോട്ടിൽ വെച്ചത്. എന്തോ ഭ്രാന്താണ്. ഇനി അത് പൊട്ടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് വില്ലേജിൽ കൊണ്ടുവെക്കണം. ഞാനത് ഇവിടെ വന്നു. അത് കോർഡിനേറ്റ്സ് ഇവിടുത്തെ എഴുതി. ഞാൻ നെതറിൽ പോയിട്ട് പോർട്ടലിന്റെ കോർഡിനേറ്റ്സ് എഴുതി അവിടെ കൊണ്ട് പോർട്ടലിൽ വെച്ചു നെതറിൽ കൂടെ. എന്നിട്ട് കയറി നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്താണ് പോർട്ടൽ സോണായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സംഭവമൊക്കെ. ഓക്കെ, അതാണ് നമ്മുടെ വില്ലേജ്. വില്ലേജൊക്കെ ഉണ്ടോടാ അവിടെ? നമുക്കിനി അയ്യങ്കോളം മാമനെ ചെന്ന് കൊല്ലാം. ആദ്യം സ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യണം. സ്പോൺ പോയിന്റ് ഇവിടെ സെറ്റ് ചെയ്താൽ വില്ലേജർ മാമന്മാരെ പോയി കാണട്ടെ. അത് കഴിഞ്ഞിട്ട് എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ. ഓണ്ട നിൽക്കുന്നു. എന്റെ ഫുഡ് ഈ ഫുഡുള്ള എന്റെ. ഓക്കെ, 7 ഹേബേല് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ കണ്ട ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്ത് ഇത്രനോളാ. അതുകൊണ്ട് ഒരു വാണ്ടറിംഗ് ട്രേഡർ ഉണ്ട് ഇവിടെ വാള. അയ്യോ, ഞാനും വെള്ളത്തിൽ പോയി. ഭയങ്കര വിശപ്പുണ്ട്. അതേ ഇരിക്കുന്നു. അപ്പൊ നമുക്ക് അത് ഫുള്ളും ബ്രെഡ് ആക്കിയേക്കാം. 21 ബ്രെഡ് കിട്ടും നമുക്ക്. ഓക്കെ, 21 ബ്രെഡ്. ഇതാ നമുക്ക് പേടിപ്പിക്കുന്നത്. ഇനി നമുക്ക് പോയി അയങ്കോളത്തിനെ കൊല്ലാം. ഇനി എവിടാണോ പോയി കിടക്കുന്നത്? അത് എന്നെ പേടിച്ചെങ്ങാനും ഓടിയിടുന്നു. ആണ്ട നിൽക്കുന്നു. കാറി ഓടും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഒരു ബ്ലാക്ക് സ്ക്രീൻ കാണിക്കാം. അങ്ങനെ നമ്മളവനെ കൊന്നു. നിങ്ങളാ ഡേർട്ട് പില്ലർ കണ്ടോ? അത് ഞാൻ വെച്ചതല്ല. അയങ്കോളം എന്നെ പേടിച്ചിട്ട് വെച്ചത്. ഞാൻ അവനെ നിലത്ത് നിന്ന് ഇങ്ങനെ അടിച്ചു വന്നു. ഇപ്പം മേളിൽ നിന്നിട്ട് പില്ലർ ചെയ്ത് അവിടെ നിന്ന് എന്നെ നോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ താഴെ നിന്ന് അടിച്ചു വന്നു. നോക്കി പറയാൻ ഭയങ്കരനാണ് ഞാൻ. ഫുഡിന്റെ കാര്യം ഓക്കെ. നമുക്കൊരു അയൺ ഫാം ഒക്കെ ഉണ്ടാക്കണം. ജാവേലെ പോലല്ല. ജാവയ്ക്കകത്തൊരു 3 വില്ലേജറിനെ എടുത്ത് പിടിച്ചിട്ടിട്ട് അവിടെ ഒരു സോംബീനെ വെച്ച് കഴിഞ്ഞാൽ അയങ്കോളം ഇങ്ങനെ സോണാകും. ബെഡ് റോക്കിനകത്ത് അതല്ല. 30 വില്ലേജിനെങ്കിലും മിനിമം കൊണ്ടിടണം. എന്നാലേ അതിനകത്ത് അയങ്കോളം വരത്തത്. നല്ല പാടാണ് ഈ ബെഡ് റോക്ക് എഡീഷനകത്ത് അയൺ ഫാം ഉണ്ടാക്കാനായിട്ട്. പറയുന്ന പോലൊന്നും അല്ല ബെഡ് റോക്ക് എഡീഷൻ. വയ്ക്കണം അവിടെ. എന്താണ് ഇവിടെ സമരവോ? ആര് നീ? ബ്രോ, വാട്ട് ഈസ് ദിസ്? കോൾഡർ ഉണ്ട്, അതെൻ്റെത്. കോൾഡർ ഞാൻ വീട്ടിൽ കൊണ്ടുവെക്കാൻ പോകുന്നു. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വയ്യ. എടാ, ഈ വില്ലേജ് ഒരു കടലിന്റെ അടുക്കാണ് സ്പോൺ അയക്കുന്നത്. ഇതൊക്കെ മൈൻക്രാഫ്റ്റ് തന്നെ സ്പോൺ ആക്കിയതാണ്. ബെഡ് റോക്ക് എഡീഷനകത്ത് ബ്രീഡർ വർക്കാകുവാണോ? ദാണ്ടിരിക്കുന്നു എന്റെ പോർട്ടൽ. ഇവിടുന്ന് അവിടം വരെ ഇനി നടന്നു പോകണം. സിൽക്ക് ടച്ച് ഉണ്ടാക്കിയിട്ട് വേണം. എന്റെ വീടിന്റെ പുറകിലായിട്ട് ഒരു ഐസ് ബയം ഇല്ലേ? അതായത് ഐസ് പൊട്ടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ എല്ലാം നിരത്തി വെക്കാം. നമുക്ക് അതിന്റെ മണ്ടയ്ക്ക് ഇവിടെ ബോട്ട് ഓടിച്ചൊക്കെ പോകാൻ പറ്റുമല്ലോ ഈസിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഓക്കെ, ഞാനങ്ങനെ വീട്ടിലെത്തി. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു പാത്തൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മളെ സബ്സ്ക്രൈബർ ബോർഡിനകത്ത് ഒരാളുടെ പേര് വന്നായിരുന്നു. ഞാൻ എഴുതിയില്ല. നമുക്ക് എഴുതാം. അത് നെയിം ബോർഡിനകത്ത് കാണേണ്ടതാണല്ലോ. ഓക്കെ, നിശാൽ ഗെയിമിങ് ഒരു യൂട്യൂബറാണ്. അപ്പൊ നിങ്ങളെ എൻ്റെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ചേടാ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വീഡിയോ ആയിട്ട് റെക്കോർഡായില്ലല്ലോടാ. വല്ലാത്തൊരു ചെയ്ത്തായി പോയല്ലോ. അടുത്ത എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന പണിയിലായിരിക്കും എന്തായാലും. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ് നോക്കാം. ഇപ്പൊ വീഡിയോ ആണെന്നല്ല ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ നമ്മൾ 1K എത്തിക്കുക. അപ്പൊ താങ്ക് യു. അതായിരുന്നു എൻ്റെ ആഗ്രഹം. ഈ വീഡിയോ ചെറുതായി പോയെന്നറിയാം. ഇനി നമ്മുടെ ലക്ഷ്യം 1Kയും 500 സബ്സ്ക്രൈബും ആയിരിക്കും.
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമുക്ക് 1K 500 ആകാമായിരുന്നു. അപ്പോൾ ബൈ ബൈ.